ഈ കഥ ആരംഭിക്കുമ്പോൾ ഇതിലെ മെയിൻ ഒരു ഹീറോയാണ് കാണിക്കുന്നത്. ഇയാളുടെ പേര് സോമർസെറ്റ് എന്നാണ്. നല്ല സർവീസ് ഒക്കെ ഉള്ള ഒരു പോലീസുകാരനാണ് അയാൾ. 7 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇയാൾ റിട്ടയർഡ് ആവും. ഇന്നിപ്പോൾ അയാൾ ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെഡി ആയി കഴിഞ്ഞിട്ട് ഒരു മരണം നടന്ന സ്ഥലത്തേക്കാണ് അയാൾ ഇപ്പോൾ ചെന്നിരിക്കുന്നത്. അവിടെ ഒരു വീട്ടിലൊരാൾ മരിച്ചു കിടക്കുന്നുണ്ട്. വേറൊരു പോലീസുകാരൻ അങ്ങോട്ട് വന്നിട്ട് ഓൾറെഡി അവിടുത്തെ തെളിവൊക്കെ എടുത്തിട്ടുണ്ട്. അയാൾ പറയുന്നത് ആ മരിച്ച വ്യക്തിയുടെ ഭാര്യ അയാളെ കൊന്നാണെന്നാണ്. ആ പോലീസുകാരൻ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സോമർസെറ്റ് ആണെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മറ്റൊരു ഡിറ്റക്റ്റീവ് ആയിട്ട് വരുന്നത്. ഇവന്റെ പേര് മിൽസ് എന്നാണ്. ഇവൻ ആകെ 5 വർഷത്തെ സർവീസേ ഉള്ളൂ. ഇന്നാണ് അവൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നത്. ഇപ്പൊ സോമർസെറ്റിന്റെ ടീമിൽ വർക്ക് ചെയ്യാനാണ് അവനിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം സോമർസെറ്റ് മിൽസിന്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നീ ഇങ്ങോട്ട് സ്ഥലം മാറി വന്നതെന്നാണ്. അവൻ അതിന് പല ന്യായങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സോമർസെറ്റിന് നന്നായിട്ട് അറിയാം അവൻ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ കൂടുതൽ ന്യായമൊന്നും പറയാൻ നിൽക്കണ്ട, ഇനി 7 ദിവസം കൂടിയേ എനിക്കിവിടെ ഡ്യൂട്ടി ഉള്ളൂ, അതുവരെയെങ്കിലും എൻ്റെ അടുത്തൊന്ന് മര്യാദയ്ക്ക് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് സോമർസെറ്റ് അവിടുന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. മിൽസ് ഇപ്പോ അവന്റെ ഭാര്യയുടെ കൂടെ വീട്ടിൽ കിടന്ന ഉറക്കത്തിലാണ്. സമയം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ അവന് വിളി വരും എന്ന കാര്യം അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ എഴുന്നേറ്റ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. റെഡി ആയി കഴിയുമ്പോഴേക്കും അവന് ഫോൺ വരികയും ചെയ്യും. ഇന്നത്തെ ദിവസവും ഒരു മരണം നടന്നിട്ടുണ്ട്. അങ്ങോട്ടാണ് അവരിപ്പോ പോകുന്നത്. ഒരു ഫ്ളാറ്റിന്റെ അകത്താണ് മരണം നടന്നിരിക്കുന്നത്. ഒരു തടിയനായിരുന്നു അത്. തടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൈസുള്ള ഒരാളാണ്. അങ്ങനെ അവർ അങ്ങോട്ട് ചെന്നിട്ട് ആ ഏരിയ മൊത്തത്തിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് അയാളുടെ തല താഴ്ത്തി വെച്ചിട്ടാണ് അയാൾ മരിച്ചു കിടക്കുന്നത്. അതെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം മൈൽസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നില്ല ഇത് കൊലപാതകമാണെന്ന്. ഒരുപക്ഷെ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ സ്വയം ചെയ്ത പണിയായിരിക്കും എന്നാണ് മിൽസ് പറയുന്നത്. എന്നാൽ സോമർസെറ്റ് അത് ശരിവെക്കുന്നില്ല. അയാൾ ഇപ്പോഴും ആ ഏരിയ മൊത്തം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അയാൾ താഴെ നോക്കുമ്പോൾ അവന്റെ കാലും കൈയും കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി. ഈ മിൽസിനെ സംബന്ധിച്ചിട്ട് അവൻ എക്സ്പീരിയൻസ് തീരെ കുറവാണെങ്കിലും ഈഗോയ്ക്ക് ഒരു കുറവുമില്ല. ഇപ്പൊ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അതേ ബാഡ്ജ് തന്നെയാണ് എനിക്കും, ഡിറ്റക്റ്റീവ്. അതുകൊണ്ട് ഇങ്ങനത്തെ ക്രൈം സീനിലേക്കൊക്കെ ചെല്ലുമ്പോൾ എന്നെ ഇങ്ങനെ ഭരിക്കുന്ന പരിപാടിയൊക്കെ ഒന്ന് നിർത്തിയാക്കണേ എന്നാണ് മിൽസ് അയാളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ തടിയന്റെ ശരീരം ഒരു പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് കിടത്തിയിരിക്കുകയാണ്. ഡോക്ടർ ഇപ്പം ആ ശരീരം മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഈ സമയം സോമർസെറ്റും മിൽസ് അങ്ങോട്ട് വരുമ്പോൾ അയാളെ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയാൻ തുടങ്ങി. ഇവന്റെ ശരീരം അങ്ങോട്ട് പൊക്കിയെടുത്ത് വെക്കാൻ വേണ്ടി 4 പേരെ വേണ്ടി വന്നു. ഇയാളെ കണ്ടാൽ തന്നെ അറിയാം പുറത്തിറങ്ങിയിട്ട് കുറെ കാലങ്ങളായി. ഇയാളുടെ വയറിന്റെ വലുപ്പം കണ്ടോ? ആശ്ചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ല രീതിയിൽ വലിയുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഹൃദയത്തിനടുത്തുള്ള ദ്വാരത്തിൽ ഭക്ഷണം, പിന്നെ ഈ ചെറുകുടലിന്റെ തുടക്കത്തിൽ അത് വലിഞ്ഞു മുറുകിയതിന്റെ വരകൾ കാണാം. മാത്രമല്ല കുടലിന്റെ അകത്ത് പൊട്ടലും ഉണ്ട്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവന്റെ വയറ് പൊട്ടുന്നത് വരെ ഇവൻ ഭക്ഷണം കഴിക്കായിരുന്നു എന്നാണ്. പക്ഷെ വയറ് മൊത്തമായിട്ടും പൊട്ടിയില്ല, അകത്തിങ്ങനെ രക്തം വാർന്നുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള ഒരു വിശദീകരണമാണ് ഡോക്ടർ ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നത്. ഈ സമയത്താണ് സോമർസെറ്റ് അയാളുടെ ശരീരത്തിൽ ഒരു പാടയൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് അത് ആരോ തോക്ക് നെറ്റിയിൽ അമർത്തി പിടിച്ചതാണ്. അപ്പൊ മൊത്തത്തിൽ അയാളുടെ വിശദീകരണത്തിൽ നിന്നും അതൊരു കൊലപാതകമാണ് എന്ന കാര്യം അവർക്ക് കൺഫേം ആയി. അങ്ങനെ സോമർസെറ്റ് നേരെ പോകുന്നത് അയാളുടെ ക്യാപ്റ്റന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അവരുടെ മുഴുവൻ കണ്ടെത്തലുകൾ അയാളുടെ അടുത്ത് പറയുകയാണ്. 12 മണിക്കൂർ ടോർച്ചർ ചെയ്തിട്ടാണ് ഇയാളെ കൊന്നുകളഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ ഒരു സമയത്ത് അയാളുടെ ബോധം പോവുകയും ചെയ്തു. ആ സമയത്താണ് കൊലയാളി ആ തടിയനെ ചവിട്ടിയത്. അതിൽ അയാളുടെ വയറ് പൊട്ടിപ്പോയി. മാത്രമല്ല ആ കൊലയാളി ആരാണെങ്കിലും ഇത്രയും സമയം ഇത് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തോ ഒരു കാരണമുണ്ട്, അല്ലെങ്കിൽ അത് റിസ്ക് ആണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ പറയാം, ഈ കേസ് ഒരു തുടക്കമാണ്. അതുകൊണ്ട് തന്നെ എന്നെ ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കണം. ഇനി വെറും 6 ദിവസം കൂടെ എനിക്ക് റിട്ടയർഡ് ആവാനുള്ളൂ. ഞാൻ ഇപ്പൊ ഈ ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞാൻ റിട്ടയർഡ് ആവുന്നതിന് മുമ്പ് എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ അവസാനത്തെ കേസ് ഇതായിരിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് സോമർസെറ്റ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ പുള്ളി പോവാണെങ്കിൽ പോട്ടെ, ഈ കേസ് ഞാൻ അന്വേഷിച്ചോളാം എന്നാണ് മിൽസ് പറയുന്നത്. എന്നാൽ ക്യാപ്റ്റൻ അത് സമ്മതിക്കുന്നില്ല. ഇത് നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ നിർബന്ധിക്കാൻ തുടങ്ങി. പക്ഷെ അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടും സോമർസെറ്റ് അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി വീണ്ടും ഒരു മരണം കൂടെ നടന്നിട്ടുണ്ട്. അത് ഡിഫൻസ് അറ്റോർണിയാണ്. അയാളുടെ ഓഫീസിൽ വെച്ചിട്ടാണ് മരിച്ചിരിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ മിൽസ് അങ്ങോട്ട് വന്നിട്ട് അവിടെയൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ഫോറൻസിക്കിലെ 2 ആളുകൾ അവിടെ തെളിവെടുക്കുന്നുണ്ട്. മിൽസ് ഉടനെ തന്നെ നിങ്ങൾ പോയി ഒരു ചായ കുടിച്ചിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് അവൻ അവിടെ മൊത്തം പരിശോധിക്കുമ്പോഴാണ് അവനൊരു കാര്യം കാണുന്നത്. ആ ഫ്ലോറലായിട്ട് ഗ്രീഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചോര കൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഗ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാർത്ഥി എന്നാണ് അർത്ഥം. മാത്രമല്ല അവിടെയുള്ള ഒരു ഫോട്ടോയിൽ ഒരു പെണ്ണിന്റെ 2 കണ്ണുകളിലായിട്ടും ചോര കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അവൻ അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ക്യാപ്റ്റൻ ഇപ്പൊ സോമർസെറ്റിനെ കാണാൻ ചെന്നിരിക്കുകയാണ്. ഈ മരിച്ച വ്യക്തിയുടെ പേര് ഗൂൾഡ് എന്നാണ്. അയാളുടെ ഓഫീസിൽ വെച്ചിട്ട് അയാൾ ആരെ കൊന്നതാണ്, ചോര വാർന്നാണ് മരിച്ചിരിക്കുന്നത്. മാത്രമല്ല ആ ഫ്ലോറിലായിട്ട് ഗ്രീഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ക്യാപ്റ്റൻ അയാളുടെ അടുത്ത് പറയുന്നത്. എന്നാൽ സോമർസെറ്റിനെ സംബന്ധിച്ചിട്ട് അയാൾ ഈ കേസ് വിട്ടതാണ്. അതുകൊണ്ട് തന്നെ എന്നോട് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം, മിൽസ് ഉണ്ടല്ലോ, നിങ്ങൾ അവന്റെ അടുത്ത് പോയി സംസാരിക്കുക എന്നാണ് സോമർസെറ്റ് പറയുന്നത്. അയാൾ ആ കേസിലേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപ്റ്റൻ അങ്ങോട്ട് വന്നത്. പക്ഷെ അയാളുടെ സംസാരത്തിൽ നിന്നും അയാൾ ഈ കേസിലേക്ക് എന്തായാലും ഇനി വരത്തില്ല എന്ന കാര്യം ക്യാപ്റ്റന് ബോധ്യമായി.
അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങാണ്. എന്നാൽ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ബോട്ടിൽ അയാൾ സോമർസെറ്റിന് കൊടുക്കുന്നുണ്ട്. അത് ആ മരിച്ചുപോയ തടിയന്റെ വയറ്റിൽ നിന്ന് കിട്ടിയ ഒരു അവശിഷ്ടമാണ്. കണ്ടിട്ട് പ്ലാസ്റ്റിക് പോലെ ഉണ്ട്. ആരും അവനെ നിർബന്ധപൂർവ്വം അത് തീറ്റിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ആ ബോട്ടിൽ അവിടെ വെച്ചിട്ട് അയാൾ പോവാണ്. അങ്ങനെ അയാൾ പോയി കഴിയുമ്പോൾ സോമർസെറ്റ് ആണെങ്കിൽ ആ ബോട്ടിലെടുത്തൊന്ന് നോക്കുന്നു. അതിനുശേഷം അയാൾ നേരെ പോകുന്നത് ആ തടിയന്റെ വീട്ടിലേക്കാണ്. എന്നിട്ട് ഒന്നുകൂടെ ആ റൂമൊക്കെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാൻ തുടങ്ങി. അയാൾ അവിടുത്തെ ഫ്രിഡ്ജ് തുറക്കുമ്പോഴാണ് താഴെ എന്തോ ഒരു ചൊരണ്ടിയ പാട് കാണുന്നത്. സംശയം തോന്നി അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ക്യാപ്റ്റൻ കൊടുത്ത ആ കുപ്പിയിൽ നിന്നും ആ പ്ലാസ്റ്റിക്കിന്റെ കഷ്ണം എടുത്ത് അവിടെ വെച്ച് നോക്കുകയാണ്. അത് കറക്റ്റ് ആയിട്ട് അതിൽ മാച്ച് ആവുന്നുണ്ട്. അപ്പൊ ആ കഷ്ണമൊക്കെ അവിടെ നിന്ന് എടുത്തതാണ് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. അങ്ങനെ അവിടേക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ മറ്റൊരു കാര്യം കാണുന്നത്. ആ ഫ്രിഡ്ജിന്റെ പുറകിലായിട്ട് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഗ്ലൂട്ടണി എന്നാണ്. മാത്രമല്ല ഒരു പേപ്പറിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ എഴുതി വെച്ച പേപ്പർ പറിച്ചെടുത്തതിന് ശേഷം സോമർസെറ്റ് നേരെ ക്യാപ്റ്റന്റെ അടുത്തേക്കാണ് പോകുന്നത്. മിൽസും അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ സോമർസെറ്റ് അയാൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നരകത്തിൽ നിന്ന് വെളിച്ചത്തേക്ക് നയിക്കുന്ന പാതയ്ക്ക് ദൂരമേറെയാണ്, അതേപോലെ കഠിനവുമാണ് എന്നാണ് ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ അർത്ഥം ഇത് വെറും ഒരു തുടക്കം മാത്രമാണെന്നാണ്. ഈ തടിയന്റെ വീട്ടിലെ ഫ്രിഡ്ജിന്റെ പുറകിലായിട്ട് ഗ്ലൂട്ടണി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ബൈബിൾ പറയുന്ന പ്രകാരം 7 ഡെഡ്ലി സിൻസ് ഉണ്ട്. അതായത് 7 ചാവുപാപങ്ങൾ. അതിലൊന്നാണ് ഈ ഗ്ലൂട്ടണി. ദുര എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഒന്ന് ഗ്രീഡാണ്. അതാണ് ആ ഡിഫൻസ് അറ്റോർണി മരിച്ച സ്ഥലത്ത് നിന്ന് നമ്മൾ കണ്ടെത്തിയത്. ഗ്രീഡ് എന്ന് പറഞ്ഞാൽ അത്യാർത്തി. പിന്നെയുള്ളത് സ്ലോത്ത്, ആലസ്യം. പിന്നെ റാത്ത്. പിന്നെ പ്രൈഡ്, അഹങ്കാരം. പിന്നെ ലസ്റ്റ്, കാമം. പിന്നെ അവസാനം എൻവി, അസൂയ. ഇങ്ങനെയുള്ള 7 ഡെഡ്ലി സിൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇതുപോലത്തെ 5 എണ്ണം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ കേസ് എന്റേതല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അയാൾ നേരെ പോകുന്നത് പോലീസുകാരുടെ ഒരു ലൈബ്രറിയിലേക്കാണ്. അതിനുശേഷം ഇന്നത്തെ രാത്രി മൊത്തം അയാൾ അവിടെ ഇരുന്നിട്ട് ചില പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്യാൻ തുടങ്ങി. ഇതേസമയം മിൽസ് ആണെങ്കിൽ അവന്റെ വീട്ടിലിരുന്നിട്ട് ആ കേസിനെ കുറിച്ച് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്ന് ബുധനാഴ്ചയാണ്. ജോലിക്ക് പോകാൻ വേണ്ടി മിൽസ് ഇപ്പോൾ അവന്റെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ഓടിയിട്ട് അവന്റെ കാറിന്റെ അകത്തേക്ക് കയറുന്നു. അതിനുശേഷം അവൻ കാറിനകത്ത് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു പോലീസുകാരൻ അങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെ കുറച്ച് പുസ്തകങ്ങൾ അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതുമായിട്ടാണ് അവൻ നേരെ ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെ അവന്റെ ഓഫീസിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവന്റെ സീറ്റിൽ സോമർസെറ്റ് ഇരിക്കുന്നുണ്ട്. അവനെ കണ്ട ഉടനെ തന്നെ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിക്കൊടുക്കുകയാണ്. ഈ സമയം മൈൽസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ കാണാതെ അവൻ നേരത്തെ കളക്ട് ചെയ്ത പുസ്തകം എടുത്തിട്ട് അവന്റെ മേശയുടെ ഉള്ളിലേക്ക് വെക്കുകയാണ്. ഇതൊക്കെ ഈ കേസിനെ കുറിച്ചിട്ട് അവൻ റിസർച്ച് ചെയ്യുന്ന ചില പുസ്തകങ്ങളാണ്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ സോമർസെറ്റ് ആണെങ്കിൽ എന്തൊക്കെ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവിടുത്തെ ഫോൺ ബെല്ലടിക്കുന്നത്. മിൽസ് ഉടനെ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാണ്. അത് അവന്റെ ഭാര്യയായിരുന്നു. നിന്നോട് ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട് ഞാൻ ജോലിയിലിരിക്കുമ്പോൾ ഇങ്ങോട്ട് വിളിക്കരുതെന്ന്. നീ ഇപ്പൊ ഫോൺ കട്ട് ചെയ്ത് ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവനോട് സംസാരിക്കാനായിരുന്നില്ല അവളിപ്പോൾ വിളിച്ചിരിക്കുന്നത്. അവൾക്കിപ്പോൾ സംസാരിക്കേണ്ടത് സോമർസെറ്റിനോടാണ് എന്നാണ് അവൾ അവന്റെ അടുത്ത് പറയുന്നത്. പക്ഷെ എന്താ കാര്യം എന്നൊന്നും അവൾ പറയുന്നില്ല. അങ്ങനെ അവൾ ഫോൺ കൊടുക്കാൻ പറയുമ്പോൾ മൈൽസ് ആണെങ്കിൽ സോമർസെറ്റിന് ഫോൺ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയം അവർ സംസാരിച്ചതിന് ശേഷം അവളാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യാണ്. മിൽസിനോടാണെങ്കിൽ അവൾ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളോട് അവൾ സംസാരിച്ചത് എന്നാണ് അവൻ അയാളുടെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല, ഇന്ന് രാത്രി ഡിന്നറിന് നിന്റെ വീട്ടിലേക്ക് അവൾ എന്നെ ക്ഷണിച്ചതാണ്, ഞാനാണെങ്കിൽ വരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സോമർസെറ്റ് മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവനൊരു അത്ഭുതമാണ് തോന്നുന്നത്. ഇവൾ എന്തിനാണ് ഇയാളെ വിളിച്ചത് എന്നൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ സോമർസെറ്റും മിൽസിന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ മിൽസിന്റെ ഭാര്യയുടെ പേര് ട്രേസി എന്നാണ്. അങ്ങനെ അങ്ങോട്ട് കയറി ഉടനെ തന്നെ മിൽസ് ആണെങ്കിൽ നേരെ അവന്റെ പട്ടികളുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെയൊക്കെ നടന്ന് കാണുന്നതിനിടയിൽ അവർക്ക് മക്കളാരുമില്ല എന്ന കാര്യം സോമർസെറ്റിന് മനസ്സിലായി. അയാളിപ്പോൾ ചോദിക്കുന്നത് അവരുടെ പ്രണയത്തെക്കുറിച്ചാണ്. അതേക്കുമ്പോൾ അവള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരുമായിട്ട് ആദ്യത്തെ ഡേറ്റ് ചെയ്ത് അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചതാണ് ഇവനെ ഞാൻ കല്യാണം കഴിക്കത്തേ ഉള്ളത്. അത്രയ്ക്ക് തമാശക്കാരനായിരുന്നു എന്നാണ് അവൾ ഇതിന് മറുപടി പറയുന്നത്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഈ സമയത്താണ് അവൾ സോമർസെറ്റിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കാത്തത്? അത് കേൾക്കുമ്പോൾ ഒരു കല്യാണത്തിന്റെ വക്ക് വരെ പോയതാണ്, പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് അതൊക്കെ ഒഴിവായി പോയി. എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. എന്റെ കൂടെ അധിക സമയം ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ തീരെ ഇഷ്ടപ്പെടത്തില്ല. അത് നിന്റെ ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും എന്നാണ് അയാൾ പറയുന്നത്. അതിനിടയിലാണ് ഒരു ട്രെയിൻ അതിലെ കടന്നു പോകുന്നത്. ആ ട്രെയിൻ പോകുന്ന സമയത്ത് ആ വീട് മൊത്തത്തിൽ ഇങ്ങനെ കുലുങ്ങുകയാണ്. അവിടെ ഒരു പാട്ട് വെച്ചിട്ടുണ്ട്, അതിൽ പോലും ഇന്റർഫിയറൻസ് വരുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ ഇവരിവിടെ താമസിക്കുന്നത് എന്നാണ് സോമർസെറ്റ് ചിന്തിക്കുന്നത്. മാത്രമല്ല ആ കാര്യം പറഞ്ഞിട്ട് അയാൾ അവരെ ശരിക്കും കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ആ കളിയാക്കലാണെങ്കിൽ അവർക്ക് അങ്ങോട്ട് ശരിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ 3 പേരും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരൊറ്റ കൂടിച്ചേരലിൽ തന്നെ അവരിപ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവരിപ്പോൾ ആ കേസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ സോമർസെറ്റ് പോകും. അയാളിപ്പം ഒരു കൗതുകത്തിന്റെ പുറത്ത് എടുത്ത് നോക്കുന്നതേ ഉള്ളൂ. മിൽസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗോൾഡ് ഓഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് ആ കൊലയാളി അതിനകത്തേക്ക് കയറി പറ്റിയിട്ടുണ്ട്. എന്തായാലും ഗോൾഡ് വൈകി വരെ ജോലി ചെയ്തിട്ടുണ്ട്, ആ കാര്യം ഉറപ്പാണ് എന്നാണ് മിൽസ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ ആ ഗോൾഡിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നഗരത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു വക്കീലാണ് അയാൾ. പ്രസിദ്ധനല്ല, കുപ്രസിദ്ധൻ.
പക്ഷെ എന്നിട്ടും അയാളുടെ ബോഡി കണ്ടെടുത്ത് ചൊവ്വാഴ്ചയാണ് എന്നാണ് സോമർസെറ്റ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ശരിയാണ്, തിങ്കളാഴ്ച ഓഫീസ് അവധിയായിരുന്നു, ഒരുപക്ഷെ അയാൾ വെള്ളിയാഴ്ച അകത്ത് കയറി കാണും. ഇതൊക്കെ അർത്ഥമാക്കുന്നത് അവിടുത്തെ ജോലിക്കാരെല്ലാം ജോലിയും കഴിഞ്ഞ് പോകുന്നത് വരെ അയാൾ അതിൻ്റെ അകത്ത് ഒളിച്ചിരുന്നു, പിന്നെ പുറത്തേക്ക് വന്നു. എന്നിട്ട് അന്ന് തന്നെ ആ ഗോൾഡിനെ ശരിക്കും ഉപദ്രവിച്ച് കാണും. എന്നിട്ട് പിന്നീടുള്ള 3 ദിവസവും അയാൾ ഗോൾഡിനെ ശരിക്കും പീഡിപ്പിച്ചു. ദാ ഈ ഫോട്ടോ നോക്കിക്കേ, ആ ഗോൾഡിനെ കെട്ടിയിട്ടിട്ട് വലത് കൈ മാത്രം ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു ഇറച്ചി വെട്ടുന്ന കത്തിയ കൈ കൊടുത്തു. അടുത്ത ഫോട്ടോയിൽ ഈ തുലാസ് കണ്ടില്ലേ, അതിലിരിക്കുന്നത് അയാളുടെ തന്നെ മാംസാണ് എന്ന് പറഞ്ഞിട്ട് മിൽസ് ഒരു പേപ്പറും കൂടെ സോമർസെറ്റിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ പേപ്പറിൽ ഒരു പ്രത്യേക കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. മാംസത്തിന്റെ 1 പൗണ്ട്, അതിലൊട്ടും കൂടാനും പാടില്ല, ഒട്ടും കുറയാനും പാടില്ല, പിന്നെ പേശികളും പാടില്ല, എല്ലും പാടില്ല, ഇറച്ചി മാത്രമേ പാടുള്ളൂ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നീ ഫ്രീ ആണ് എന്നാണ് ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. അതായത് ആ ഗോൾഡിന് നേരെ തോക്ക് ചൂണ്ടിയിട്ട് അയാളുടെ ശരീരത്തിലെ മാംസം കട്ട് ചെയ്തിടാനാണ് ആ കൊലയാളി പറഞ്ഞിരിക്കുന്നത്. ആ നിബന്ധനകൾ ഉള്ളതുകൊണ്ട് അയാളുടെ അടിവയറ്റിലെ ഭാഗങ്ങളാണ് ഗോൾഡ് കട്ട് ചെയ്തിട്ട് ത്രാസിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമയം സോമർസെറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൊലയാളി ആരാണെങ്കിലും അയാൾ ശിക്ഷിക്കുകയാണ്. ഈ പാപങ്ങളെ കുറിച്ചൊക്കെ പണ്ട് കാലത്ത് സുവിശേഷ പ്രസംഗങ്ങളിൽ പറയാറുള്ളതാണ്. അതായത് 7 വിശിഷ്ട നന്മകളും 7 പാപങ്ങളും. ഈ കൊലപാതകങ്ങളൊക്കെ കണ്ടിട്ട് ഒരു നിർബന്ധിത കുംഭസാരങ്ങൾ പോലെയുണ്ട്. പക്ഷെ കൊലയാളി ആരാണെങ്കിലും അയാളുടെ ഒരു വിരലടയാളം പോലും അവർക്ക് കിട്ടിയിട്ടില്ല. കൊല്ലപ്പെട്ടവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. മാത്രമല്ല ഈ കൊലപാതകങ്ങളൊന്നും ആരും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് സോമർസെറ്റ് പറയുന്നത്. ഈ സമയത്താണ് ആ മരിച്ചുപോയ ഗോൾഡിന്റെ ഭാര്യയുടെ ഫോട്ടോ മൈൽസ് അയക്ക് കാണിച്ചു കൊടുക്കുന്നത്. അവളിപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട്, വേറൊരു സ്ഥലത്താണ് അവൾ താമസിക്കുന്നത്. അവളുടെ കണ്ണിൽ ആ ചോരപ്പാട് കാണുന്നുണ്ടല്ലോ. ആ ഫോട്ടോ കാണിച്ചു കൊടുത്തതിന് ശേഷം മൈൽസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെയൊക്കെ അർത്ഥം അവൾ എന്തോ കണ്ടിട്ടുണ്ടെന്നല്ലേ. ഇനി ഇതൊരു പക്ഷെ ഒരു ഭീഷണിയാണെങ്കിലോ അവളാണെങ്കിലോ അടുത്ത് മരിക്കാൻ പോകുന്നത് എന്നാണ് മൈൽസ് ചോദിക്കുന്നത്. എന്നാൽ അതൊന്നും നോക്കിയതിന് ശേഷം സോമർസെറ്റ് പറയുന്നത് വേറൊരു കാര്യമാണ്. ഒരു പക്ഷേ ഇതിനി അവർ കണ്ടതിനെ കുറിച്ചല്ലെങ്കിലോ കാണേണ്ടി ഇരുന്നിട്ടും കാണാതെ പോയതിനെ കുറിച്ചാണെങ്കിലോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും അവൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് അവളോട് തന്നെ നേരിട്ട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ നേരെ പോകുന്നത് ആ ലേഡിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അവരങ്ങോട്ട് ചെന്നിട്ട് കാര്യം പറയുമ്പോഴാണ് തന്റെ ഹസ്ബൻഡ് മരിച്ചുപോയ കാര്യങ്ങളൊക്കെ അവരറിയുന്നത്. അതുകൊണ്ട് തന്നെ അവർ വല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മിൽസ് അവളുടെ അടുത്ത് ചോദിക്കുന്നത്, ഈ ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് സംശയപരമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നാണ്. അവൾ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു കാര്യം അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ആ ഗോൾഡിന്റെ ഓഫീസിലിരുന്ന ഒരു ഫോട്ടോ തല തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ആ കാര്യം അവൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിനെ തുടർന്ന് അവർ നേരെ ഗോൾഡിന്റെ ഓഫീസിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ഉടനെ ആ ഫോട്ടോ ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ ഫോട്ടോ അവർ അരിച്ചു പെറുക്കി നോക്കുന്നുണ്ട്. മാത്രമല്ല അതിന്റെ പുറകുഭാഗം കീറിയും അങ്ങനെ മൊത്തത്തിൽ അവർ പരിശോധിക്കുകയാണ്. പക്ഷെ ആ ഫോട്ടോയിൽ നിന്നും അവർക്ക് അങ്ങനെ സംശയകരമായിട്ടുള്ള ഒരു കാര്യം കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ സമയത്താണ് സോമർസെറ്റ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ഫോട്ടോ വെച്ചിരിക്കുന്ന ചുമരുണ്ടല്ലോ, അവിടെ നിന്നും ചില ഫിംഗർ പ്രിന്റുകളൊക്കെ കാണുന്നുണ്ട്. അവർ ഉടനെ തന്നെ ഫോറൻസിക്കിനെ അങ്ങോട്ട് വിളിച്ചിട്ട് അവിടെ മൊത്തം ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അവരത് വിശദമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ആ ഫിംഗർ പ്രിന്റ്സ് വെച്ചിട്ട് അവിടെ ഒരു കാര്യം എഴുതിയിരിക്കുകയാണ്. അതായത് ഹെൽപ്പ് മീ, എന്നെ സഹായിക്കൂ. പക്ഷെ ആ ഫോറൻസിക്കാരൻ പറയുന്നത് ഇതെന്തായാലും മരിച്ച ആളുടെ ഫിംഗർ പ്രിന്റ് അല്ല എന്നാണ്. ഇനിയിപ്പോൾ വേണ്ടത് ആ ഫിംഗർ പ്രിന്റ് ആരതാണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അവർ ഫോറൻസിക്കിന്റെ ഓഫീസിലേക്കാണ് പോകുന്നത്. അയാൾ കുറെ നേരമായിട്ട് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരുടെ ഫിംഗർ പ്രിന്റ് ആണ് എന്ന കാര്യം മനസ്സിലായിട്ടില്ല. ഇതിനൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 3 ദിവസമെങ്കിലും എടുക്കും എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും അന്നത്തെ ദിവസം മുഴുവൻ സോമർസെറ്റും മൈൽസും ആ ഓഫീസിൽ തന്നെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസമായി, അതായത് വ്യാഴാഴ്ച, ക്യാപ്റ്റനും ടീമും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർ വിളിച്ചിട്ടാണ് സോമർസെറ്റും മിൽസും എഴുന്നേൽക്കുന്നത്. അങ്ങനെ അയാളിപ്പം അവിടെ ഒരു ബ്രീഫിംഗ് വിളിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൊലയാളിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിക്ടർ എന്നാണ് അവന്റെ പേര്. യഥാർത്ഥ പേര് തിയോഡോർ. അവന്റെ വിരലടയാളങ്ങളൊക്കെ സംഭവ സ്ഥലത്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവനൊരു സൈക്കോ ആയിരുന്നു. മാത്രമല്ല മയക്കുമരുന്നിന്റെ ഉപയോഗവും പിന്നെ മോഷണ ശ്രമവും അടിപിടിയും അങ്ങനെ പല കാര്യങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ പോലീസ് കസ്റ്റഡിയിലുമായി. അവൻ ആ കേസിൽ നിന്ന് ഊരിച്ചത് ഇപ്പൊ മരിച്ചുപോയ വക്കീലായ ഗൂൾഡാണ്. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം കുറെ കാലമായിട്ട് ആരും വിക്ടറിനെ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പൊ അയാളുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഉടനെ തന്നെ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ എല്ലാ പോലീസുകാരെയും കൊണ്ട് ആ വിക്ടറിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങോട്ട് പോകുന്ന സമയത്ത് സോമർസെറ്റ് മിൽസിന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നില്ല ആ വിക്ടറാണ് കൊലപാതകി എന്ന്. അങ്ങനെ അവർ വിക്ടറിന്റെ ഫ്ളാറ്റിലെത്തി. അതിനുശേഷം അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയം അവർ നോക്കുമ്പോൾ ആ ബെഡിലായിട്ട് ഒരാൾ കിടക്കുന്നുണ്ട്. ആ തുണി മാറ്റി നോക്കുമ്പോൾ ആ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ വിക്ടർ അവിടെ കിടക്കുന്നുണ്ട്. അയാളുടെ ശരീരം മൊത്തം ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഇങ്ങനെ ഒരു ശരീരം ആ പോലീസുകാരൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അവർ ഉടനെ തന്നെ മൈൽസിനെയും സോമർസെറ്റിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. ആ കാഴ്ച അവരെയും ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവിടുത്തെ ചുമരിലായിട്ട് ഒരു സിന്നിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അത് സ്ലോത്ത് ആണ്. ഈ സമയം മൈൽസ് അവിടെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ആ റൂമിൽ അയാളെ ലോക്ക് ചെയ്തതിന് ശേഷം ആദ്യത്തെ ദിവസം മുതൽ ഇപ്പോഴത്തെ അയാളുടെ അവസ്ഥ വരെയുള്ള ഫോട്ടോസ് അതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കൊല്ലമായിട്ട് ആ കൊലയാളി അവൻ ആ റൂമിന്റെ അകത്ത് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്.
മാത്രമല്ല അവന്റെ ശരീരത്തിൽ നിന്നുള്ള പല സാമ്പിൾസും അവിടെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അതായത് മലം, മൂത്രം, അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ സാമ്പിൾസ്. അങ്ങനെ അവനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വിക്ടറിന്റെ ബോധം വരുന്നത്. അങ്ങനെ അവർ വേഗം തന്നെ അവനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഇതെല്ലാം കൂടെ ആവുമ്പോൾ മിൽസനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ആ കൊലയാളി നമ്മളെ പറ്റിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഭ്രാന്തമായിട്ട് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ നീ ഒന്ന് അടങ്ങ് മിൽസ്, നിന്റെ വികാരങ്ങളെ നീ നിയന്ത്രിക്കാൻ പഠിക്കണം. എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇങ്ങനെ ദേഷ്യപ്പെട്ടോണ്ട് നിനക്കൊന്നും നേടാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതിനിടയിലാണ് ഒരു ഫോട്ടോഗ്രാഫർ അങ്ങോട്ട് വന്നിട്ട് അവന്റെ ഫോട്ടോ എടുക്കുന്നത്. അതും കൂടെ ആകുമ്പോൾ മിൽസിന്റെ ദേഷ്യം കൂടാൻ തുടങ്ങി. അവൻ അയാളെ കുറെ തെറി പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് തള്ളി മാറ്റുകയാണ്. അതിനിടയിൽ അയാളുടെ ക്യാമറയും താഴേക്ക് വീണു പോകുന്നു. അതെല്ലാം കാണുമ്പോൾ നിങ്ങൾ പോലീസുകാരനൊക്കെ തന്നെയായിരിക്കും, പക്ഷെ നീ ഇപ്പൊ തൊട്ടത് പത്രക്കാരനെയാണ്. എന്റെ കയ്യിൽ നിന്റെ ഫോട്ടോ ഉണ്ട്, നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോഗ്രാഫർ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഡോക്ടർ ഇപ്പോ ആ വിക്ടറിന്റെ ശരീരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അയാളിപ്പോ കാര്യങ്ങളൊക്കെ മിൽസിന്റെയും സോമർസെറ്റിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വിക്ടറിന്റെ മസിലിന്റെയും നട്ടലിന്റെയും അവസ്ഥ വെച്ചിട്ട് 1 വർഷമെങ്കിലും അവൻ അനങ്ങാതെ കിടന്നിട്ടുണ്ട്. രക്തപരിശോധന നടത്തിയപ്പോൾ 100 കണക്കിന് മരുന്നുകൾ അയാളുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചിട്ടുണ്ട് എന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെയാണ് ഡോക്ടർ ആദ്യം പറയുന്നത്. അതേക്കുമ്പോ അപ്പൊ അവൻ സംസാരിക്കാനോ മറ്റോ ശ്രമിച്ചായിരുന്നോ? മിൽസ് ആണോ അത് ചോദിക്കുന്നത്. സംസാരിക്കാനോ? അതിനവന്റെ തലച്ചോറിൽ എന്തെങ്കിലും ബാക്കി വേണ്ടേ? ഇനി ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴേ അവന്റെ നാക്കൊക്കെ കടിച്ച് തിന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഇനി അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വല്ല ചാൻസും ഉണ്ടോ? സോമർസെറ്റ് ആണത് ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അവന്റെ കണ്ണിലേക്ക് ഒരു ടോർച്ച് അടിച്ചെന്ന് വിചാരിക്കുക, അതും മതി അവനെ കൊല്ലാൻ. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ആരെക്കാളും കൂടുതൽ വേദന അവൻ ഈ സമയം കൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇനിയും ഒരുപാട് വേദനകൾ അവൻ അനുഭവിക്കാനുണ്ട് എന്നൊരു മറുപടിയാണ് ഡോക്ടർ കൊടുക്കുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ പോവുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. സോമർസെറ്റ് ഇപ്പോൾ അയാളുടെ വീട്ടിലിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു കോള് വരുന്നത്. അത് മിൽസിന്റെ ഭാര്യയായ ട്രേസിയാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളൊന്ന് കാണണം, നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം അവളുടെ ഭാഗത്തുനിന്ന് അയാൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അവൾ ആദ്യമായിട്ട് വിളിക്കല്ലേ, അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞ റെസ്റ്റോറന്റിലേക്ക് അയാൾ പോവാണ്. വെള്ളിയാഴ്ചയാണ് അവർ ഈ റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ അയാളെ കാണുമ്പോൾ അവൾ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഈ നഗരത്തിൽ എനിക്ക് ആകെ പരിചയമുള്ള ഒരു മനുഷ്യൻ നിങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എനിക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം. ഞാനിപ്പോ പ്രഗ്നന്റ് ആണ്, പക്ഷെ ഈ കാര്യം ഞാൻ മിൽസിനോട് പറഞ്ഞിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ അവനോട് അത് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ലോകത്തേക്ക് എന്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതേക്കുമ്പോ നോക്ക് ട്രേസി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ഏകദേശം കല്യാണം കഴിച്ച പോലെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ജീവിച്ചത്. അതിനിടയിൽ അവൾ പ്രഗ്നന്റ് ആവുകയും ചെയ്തതാണ്. എന്നാൽ അവൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ വല്ലാത്തൊരു പേടി തോന്നാൻ തുടങ്ങി. ഇതുപോലത്തെ ഒരു ലോകത്തേക്കാണല്ലോ ഞാനൊരു കുഞ്ഞിനെ ക്ഷണിക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്നായിരുന്നു എന്റെ തീരുമാനം. ഞാൻ അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചു. എന്നാൽ അതിനുശേഷമാണ് ഞാൻ എടുത്ത ആ തീരുമാനം ശരിയല്ലായിരുന്നോ എന്നൊരു തോന്നൽ എനിക്ക് വന്നത്. പക്ഷെ എങ്കിലും ഞാൻ പറയാം, ഞാൻ എടുത്ത തീരുമാനം ശരി തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ഈ കുഞ്ഞിനെ വേണ്ടാന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും പ്രഗ്നന്റ് ആണ് എന്ന കാര്യം മിൽസിനോട് പറയരുത്. മറിച്ച് നിനക്ക് ഈ കുഞ്ഞിനെ വേണമെന്നാണെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ നല്ല പോലെ വളർത്തണം എന്നൊരു ഉപദേശമാണ് അയാൾ കൊടുക്കുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം സോമർസെറ്റ് നേരെ മിൽസിന്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. അവരവിടുത്തെ ബോർഡിൽ ആ 7 സിൻസിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതിലിപ്പോ 3 കൊലപാതകങ്ങൾ നടന്നു, ഇനിയും 4 നടക്കാനുണ്ട്. ഇപ്പൊ അവർ ആ വിക്ടറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അവന്റെ ഹൗസ് ഓണർ പറയുന്നത് ഇവനെ പോലെ നല്ലൊരു വാടകക്കാരനെ അയാൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ്. കാരണം എല്ലാ മാസവും അയാൾ കറക്റ്റായിട്ട് വാടക കൊടുക്കും. ആ ഫ്ളാറ്റിലെ വേറെ ആരും അയാളെ കുറിച്ച് ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് സോമർസെറ്റ് ഇങ്ങനെ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവനെ കുറിച്ച് ആരെന്ത് കംപ്ലൈന്റ് പറയാനാണ്? അവനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണ്ടേ? മാത്രമല്ല അവൻ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കാൻ അവന് നാക്കുണ്ടോ? പിന്നെ പൈസയാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും അവനല്ലല്ലോ ചെയ്യുന്നത്. പിന്നെ നമ്മളെന്തിനാണ് ഈ കാര്യം ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്കൊന്ന് പുറത്തു പോയിട്ട് അന്വേഷിക്കാം. അയാൾ ഇനി ആരെങ്കിലും കൊല്ലുന്നതിന് മുമ്പ് അയാളെ നമുക്ക് പിടിക്കുകയും ചെയ്യാം എന്നാണ് മിൽസ് പറയുന്നത്. ഈ സമയത്താണ് സോമർസെറ്റ് ഒരു കാര്യം ചിന്തിക്കുന്നത്. വിക്ടറിനെ കെട്ടിയിട്ടതിന് ശേഷം കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തി. അത് തന്നെയാണ് ആ കൊലയാളി ആഗ്രഹിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ വിക്ടിമിന്റെ അവിടെ നിന്ന് കിട്ടിയ പേപ്പറിൽ എഴുതിയിരിക്കുന്ന നീ ഓർക്കുന്നുണ്ടല്ലോ, അതായിരുന്നു അവൻ ആദ്യമായിട്ട് നമ്മളോട് സംസാരിച്ചത്. അതായത് നരകത്തിൽ നിന്നും വെളിച്ചത്തേക്ക് നയിക്കുന്ന പാത ദൂരമേറിയതും കഠിനമായതുമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരാളെ 1 വർഷം കെട്ടിടാനുള്ള ക്ഷമ അവൻ കാണിച്ചല്ലോ എന്നാണ് സോമർസെറ്റ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൻ അങ്ങനെ പലതും പറയും. ഒരു വട്ടനാണ് അവൻ. കുറെ ലൈബ്രറി പോയിട്ട് ഇങ്ങനെ റെഫർ ചെയ്തെന്ന് വെച്ചിട്ട് അവനൊരു ബുദ്ധിജീവി ആവാനൊന്നും പോകുന്നില്ല എന്നാണ് മിൽസ് പറയുന്നത്. ആ ലൈബ്രറിയുടെ കാര്യം പറയുമ്പോഴാണ് സോമർസെറ്റിന് പെട്ടെന്നൊരു കാര്യം സ്ട്രൈക്ക് ചെയ്യുന്നത്. നമുക്കൊരു സ്ഥലം വരെ പോകണമെന്നും പറഞ്ഞിട്ട് അയാൾ മിൽസിനെയും കൂട്ടി നേരെ പോകുന്നത് ഒരു റെസ്റ്റോറന്റിലേക്കാണ്. അവരവിടെ ഇരിക്കുമ്പോൾ ഒരു FBI ഏജന്റ് അങ്ങോട്ട് വരുന്നുണ്ട്. സോമർസെറ്റ് ഉടനെ തന്നെ അയാളുടെ അടുത്ത് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് ഒരു കാര്യം ചെയ്യാൻ ഏർപ്പാടാക്കുകയാണ്. പക്ഷെ അത് എന്താണ് സംഭവം എന്ന കാര്യം മിൽസിന് മനസ്സിലായിട്ടില്ല. അങ്ങനെ അവരിപ്പോ ആ FBI ഏജന്റിനെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ബാർബർ ഷോപ്പിൽ ഇരിക്കുകയാണ്. ഇതുവരെയായിട്ടും എന്തിനാണ് അയാൾക്ക് പൈസ കൊടുത്തത് എന്ന കാര്യം മിൽസിന് മനസ്സിലായിട്ടില്ല. അവൻ അതിങ്ങനെ അയാളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ സോമർസെറ്റ് ആ കാര്യം പറയാൻ തുടങ്ങി. ഈ കാര്യം വളരെ സിമ്പിളാണ്. ഒരു ലൈബ്രറി കാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ID കാർഡും അതേപോലെ ഫോൺ ബില്ലൊക്കെ കൊടുക്കണം. പിന്നെ ഇവിടെയുള്ള ലൈബ്രറികളൊക്കെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതായത് ചില പ്രത്യേകതരം പുസ്തകങ്ങളുണ്ട്, അതൊക്കെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്.
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആണവായുധം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പുസ്തകം അതൊരാൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വായിച്ച ആളുടെ ഡീറ്റെയിൽസ് പോലീസിന് പോകും. ഇപ്പൊ അങ്ങനത്തെ ചില പുസ്തകങ്ങളൊക്കെ വായിച്ച ആളുടെ ഡീറ്റെയിൽസ് എടുക്കാനാണ് ഞാൻ FBI ഏജന്റിനെ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ അറിയേണ്ടത് ആ 7 സിൻസിനെ കുറിച്ചിട്ട് വായിച്ചിട്ടുള്ളത് ആരൊക്കെയാണെന്നാണ്. ആ പേരുകളൊക്കെ വെച്ചിട്ട് നമുക്കൊരു അന്വേഷണം നടത്തി നോക്കാം എന്നാണ് സോമർസെറ്റ് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ FBI ഏജന്റ് അവർക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടു കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം സോമർസെറ്റും മിൽസും കൂടെ ആ FBI ഏജന്റ് കൊടുത്ത പേരുകളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ ആ 7 സിൻസിനെ കുറിച്ചിട്ട് എഴുതിയ പുസ്തകം വായിച്ച ഒരാളുടെ പേര് അവർക്ക് കിട്ടുന്നുണ്ട്. അവന്റെ പേര് ജോൺ ഡോ എന്നാണ്. അങ്ങനെ അവർ ഉടനെ തന്നെ ആ ജോൺ ഡോയെ അന്വേഷിച്ചിട്ട് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. അങ്ങനെ അവന്റെ റൂമിന്റെ മുന്നിൽ എത്തിയതിനു ശേഷം അവർ ബെല്ലടിക്കുന്നു. പക്ഷെ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടും ആരും വാതിൽ ഓർക്കുന്നില്ല. എന്നാൽ ഈ സമയത്താണ് ആ ജോൺ പുറത്തുനിന്ന് അങ്ങോട്ട് വരുന്നത്. അയാൾ ആ കോറിഡോറിലേക്ക് കയറുമ്പോൾ തന്നെ സോമർസെറ്റും മിൽസും തന്റെ റൂമിന്റെ മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് അയാൾ കാണുന്നത്. കണ്ട ഉടനെ തന്നെ അയാൾ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. ഈ സമയം മിൽസ് ആണെങ്കിൽ അയാളെയും ഫോളോ ചെയ്തിട്ട് അയാളുടെ പുറകെ പോവാണ്. അങ്ങനെ കുറെ നേരം ഈ ചേസിങ് നടക്കുന്നുണ്ട്. പക്ഷെ മിൽസിന് അയാളെ പിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ജോൺ ഇപ്പൊ നേരെ ഒരു വീടിന്റെ അകത്തേക്കാണ് കയറിയിരിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ മിൽസും അതിനകത്തേക്ക് കയറാണ്. പക്ഷെ മിൽസ് അകത്തേക്ക് കയറിയപ്പോഴേക്കും അയാൾ അവിടുത്തെ ജനാല വഴി പുറത്തേക്ക് രക്ഷപ്പെടുന്നു. മിൽസും വിട്ടുകൊടുക്കുന്നില്ല. അവൻ ഇപ്പോഴും അയാളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിൽസ് ഇപ്പോൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രക്കിന്റെ അടുത്തേക്ക് എത്തി. അവനിപ്പം ആ ഏരിയയിലാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പെട്ടെന്നാണ് അയാൾ ആ ട്രക്കിന്റെ മുകളിലൂടെ വന്നിട്ട് മിൽസിനെ അടിച്ചു വീഴ്ത്തുന്നത്. അതോടൊപ്പം തന്നെ അവൻ മൂക്കും കുത്തി താഴേക്ക് വീഴാണ്. ഈ സമയത്താണ് ആ ജോൺ അവന്റെ അടുത്തേക്ക് വരുന്നത്. അവനൊരു തോക്കും എടുത്തിട്ടുണ്ട്. മിൽസിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ അയാൾ മിൽസിനെ ഷൂട്ട് ചെയ്യുന്നില്ല. കുറച്ചു സമയം അവനെ ഒന്ന് പേടിപ്പിച്ചതിന് ശേഷം അയാൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും സോമർസെറ്റ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അയാൾ ഉടനെ തന്നെ മിൽസിനെയും കൂട്ടി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവർ നേരെ പോകുന്നത് ആ ജോണിന്റെ റൂമിന്റെ മുന്നിലേക്ക് തന്നെയാണ്. അതിനകത്ത് കയറി പരിശോധിക്കണം എന്നാണ് മിൽസ് പറയുന്നത്. എന്നാൽ സോമർസെറ്റ് അതിന് സമ്മതിക്കുന്നില്ല. നമുക്കിപ്പോ എന്തായാലും ആളെ കിട്ടി, പക്ഷെ നമുക്ക് ഒരു തെളിവും ഇല്ലാതെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടിനകത്ത് നമ്മൾ അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ട് അവൻ ഈസി ആയിട്ട് ഊരിപ്പോരാൻ. അതുകൊണ്ട് നമുക്ക് ചില തെളിവുകളൊക്കെ കണ്ടെത്തിയതിനു ശേഷം ഈ വീട് പരിശോധിക്കാം എന്നാണ് സോമർസെറ്റ് പറയുന്നത്. എന്നാൽ മിൽസ് അതിന് സമ്മതിക്കുന്നില്ല. അവൻ ഒറ്റ ചവിട്ടിന് ആ വാതിൽ പൊളിക്കുകയാണ്. അങ്ങനെ അവർ ഉടനെ തന്നെ ആ വീട് മൊത്തത്തിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആ റൂമിനകത്ത് ഇഷ്ടം പോലെ ആയുധങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ദൈവികമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ അവൻ ടോർച്ചർ ചെയ്ത് കൊന്നു കളഞ്ഞ ആ വിക്ടിംസിന്റെ കുറെ ഫോട്ടോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നത്. അങ്ങനെ അവിടുത്തെ ബാത്റൂമിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് മിൽസ് ഒരു കാര്യം കാണുന്നത്. അയാൾ ഉടനെ തന്നെ സോമർസെറ്റിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. അത് മിൽസിന്റെ ഒരു ഫോട്ടോ ആയിരുന്നു. നേരത്തെ അവൻ തെറി പറഞ്ഞു ഓടിച്ച ആ ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ, അയാൾ നേരത്തെ എടുത്ത ഫോട്ടോ ആണ് ആ ബാത്ടബിൽ കിടക്കുന്നത്. അതിൽ നിന്നും അയാളാണ് ജോൺ എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരവിടുത്തെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ഫോൺ ബെല്ലടിക്കുന്നത്. പക്ഷെ ആ ഫോൺ അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. കുറെ നേരം സെർച്ച് ചെയ്തിട്ടാണ് അവർക്ക് ആ ഫോൺ കണ്ടെത്താൻ സാധിക്കുന്നത്. മിൽസ് വേഗം ചെന്നൊരു ഫോൺ എടുക്കുമ്പോൾ അത് ആ കൊലയാളിയാണ് വിളിക്കുന്നത്. അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ സോമർസെറ്റ് ആണെങ്കിൽ ഒരു റെക്കോർഡർ എടുത്തിട്ട് അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ആ കൊലയാളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന കാര്യം എനിക്ക് അറിയത്തില്ല, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഓരോ ദിവസവും നിങ്ങളോടുള്ള ബഹുമാനം എനിക്ക് കൂടി വരികയാണ്. ഇന്നിപ്പോ എന്തായാലും എനിക്ക് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്ലാൻ ഒക്കെ ചെറുതായിട്ടൊന്ന് മാറ്റാണ്. എന്തായാലും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ മുറിവേൽപ്പിച്ചതിന് ഞാൻ സോറി ചോദിക്കുന്നു. എനിക്ക് മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത് പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ അവർ വീണ്ടും അവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ അവർ നോക്കുന്നത് അവിടെയുള്ള ഫോട്ടോസ് ആണ്. അതിലൊരു ലേഡിയുടെ ഫോട്ടോ അവർ കാണുന്നുണ്ട്. ആ ലേഡിയെ കണ്ടാൽ തന്നെ അറിയാം അവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന്. അങ്ങനെ ശനിയാഴ്ചയായി ഇന്നും ഒരു മരണം നടന്നിരിക്കുകയാണ്. അതൊരു ബാറിലാണ്. ആ മരണം നടന്ന റൂമിന്റെ വാതിലായിട്ട് ലെസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, അതായത് കാമോ. അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരു പെണ്ണ് അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. അവളെ റേപ്പ് ചെയ്ത് കൊന്നതാണ്. ആ കൊന്ന ആള് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ബോഡിയൊക്കെ എടുത്തതിന് ശേഷം അവളെ കൊന്ന ആളെ അവർ ചോദ്യം ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ എന്നെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. വളരെ ക്രൂരമായിട്ടാണ് അയാൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. എന്റെ സാമാനത്തിൽ കത്തി വെച്ചിട്ട് അത് വെച്ചാണ് എന്നെ കൊണ്ട് അവളെ റേപ്പ് ചെയ്യിപ്പിച്ചത് എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കൊലപാതക രീതിയുടെ ഫോട്ടോയും അവർക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞായറാഴ്ചയായി വീണ്ടും ഒരു കൊലപാതകം കൂടെ നടന്നിരിക്കുകയാണ്. ഒരു ഫ്ളാറ്റിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഈ മരിച്ചിരിക്കുന്നതും ഒരു പെണ്ണാണ്. അവരങ്ങോട്ട് വന്നിട്ട് ആ റൂമൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ ചുമരിൽ പ്രൈഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതായത് അഹങ്കാരം. ആ പെണ്ണിന്റെ ഇടത്തെ കൈയിലായിട്ട് സ്ലീപ്പിംഗ് പിൽസ് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. വലത്തെ കൈയിലായിട്ട് ഫോണും. മാത്രമല്ല അവളുടെ മുഖം വികൃതമാക്കിയിട്ടുണ്ട്. അവളുടെ മൂക്കൊക്കെ ചെത്തി കളഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി. ആ കൊലപാതകി അവൾക്കൊരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു അവസ്ഥയിൽ ഒന്നുകിൽ അവൾക്ക് ആ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു മരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിലെ ഫോൺ വെച്ചിട്ട് അവൾക്ക് രക്ഷപ്പെടാൻ സഹായത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കാം. പക്ഷെ അങ്ങനെ വിളിച്ചിട്ട് അവൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഈ വികൃതമായ മുഖം കൊണ്ട് ജീവിക്കേണ്ടി വരും. പക്ഷെ അവളെ സംബന്ധിച്ചിട്ട് അവൾക്ക് അതിന് സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് അവൾ ആ സ്ലീപ്പിംഗ് പിൽസ് ഉപയോഗിച്ചതാണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടുത്തെ പരിശോധനയിൽ നിന്ന് അവർക്ക് മനസ്സിലായത്.
അങ്ങനെ അവിടുത്തെ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്താണ് സോമർസെറ്റ് അവന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഈ കേസ് തീരുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവാണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ ജോണിനെ പിടികൂടും, അല്ലെങ്കിൽ അവൻ പ്ലാൻ ചെയ്ത പോലെ അവൻ ബാക്കിയുള്ളവരെയും കൊല്ലും. അങ്ങനെ വരുമ്പോൾ ഈ കേസ് ഒരിക്കലും തെളിയാൻ പോകുന്നില്ല. എന്താണെങ്കിലും ഈ ഒരു കേസിൽ ഞാൻ നിന്റെ പാർട്ട്ണറായിട്ട് തന്നെ നിൽക്കാൻ പോവാണ് എന്നാണ് സോമർസെറ്റ് പറയുന്നത്. അങ്ങനെ അവർ നേരെ പോകുന്നത് അവരുടെ സ്റ്റേഷനിലേക്കാണ്. ഈ സമയത്താണ് ആ കൊലപാതകി അങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ അയാൾ സോമർസെറ്റിനെയും മിൽസിനെയാണ് വിളിക്കുന്നത്. അവര് തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ ദേഹത്ത് മൊത്തം ചോരയാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന കൊലപാതകി ഞാനാണ്, ഞാനിവിടെ കീഴടങ്ങാനാണ് വന്നിരിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവർ ഉടനെ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാണ്. പക്ഷെ അയാളെ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ അയാൾ പറയുന്നത് എനിക്ക് എന്റെ വക്കീലിനോട് സംസാരിക്കണം എന്നാണ്. അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അയാൾ ഇപ്പോൾ വക്കീലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പോലീസുകാർ എന്തൊക്കെയാണ് അയാളെക്കുറിച്ച് കണ്ടെത്തിയത് എന്ന കാര്യമാണ് സോമർസെറ്റും കൂട്ടരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജോണിന്റെ വിരലിന്റെ അറ്റത്തെ തൊലിയെല്ലാം അയാൾ ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അയാളുടെ ഫിംഗർ പ്രിന്റ് കിട്ടായിരുന്നത്. മാത്രമല്ല അയാൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ല, ലോൺ എടുത്ത റെക്കോർഡ്സ് ഇല്ല, ജോലി ചെയ്ത റെക്കോർഡ്സ് ഇല്ല, അങ്ങനെ ഒന്നും തന്നെ അയാൾക്കില്ല. മാത്രമല്ല അയാൾ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ഇഷ്ടം പോലെ കാശും ഉണ്ട്. ഇപ്പൊ അയാൾ നേരിട്ട് വന്ന് ഇവിടെ കീഴടങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പോലീസുകാർക്ക് അവനെ പിടിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവരതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ കൊലപാതകിയുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ആ വക്കീലിപ്പം സോമർസെറ്റിന്റെയും മിൽസിന്റെ അടുത്ത് ചില കാര്യങ്ങൾ പറയാണ്. അയാൾ ഇനിയും രണ്ടുപേരെ കൊന്നിട്ടുണ്ട്, പക്ഷെ അയാൾക്കത് എല്ലാരെയും കാണിക്കാൻ താല്പര്യമില്ല. സോമർസെറ്റിന്റെയും മിൽസിനെയും മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകത്തുള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. നിങ്ങൾ തന്നെ വേണമെന്ന് അയാൾ നിർബന്ധം പിടിക്കുന്നത് അത് അയാൾക്ക് നിങ്ങളോടുള്ള ആദരവ് കൊണ്ടാണ് എന്നൊക്കെയാണ് ആ വക്കീൽ ആദ്യം പറയുന്നത്. അയാൾ അത്രയും കാര്യം പറയുമ്പോൾ സോമർസെറ്റിനൊരു കാര്യം മനസ്സിലായി. ഇത് ആദരവ് കൊണ്ടൊന്നല്ല, ഇതും ഗെയിമിന്റെ ഒരു പാർട്ടാണ്. അങ്ങനെ ആ വക്കീൽ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇതിന് സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ശവങ്ങൾ ഒരിക്കലും കണ്ടെടുക്കാൻ പോകുന്നില്ല. മാത്രമല്ല അവന് വട്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ ഈ കേസിൽ നിന്ന് തടി വരും. അവൻ ചെയ്ത കൊലപാതക രീതിയും അവന്റെ പെരുമാറ്റവും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് അവന് പ്രാന്താണെന്ന് പറഞ്ഞിട്ട് അവന് ഊരിക്കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതിന് സമ്മതിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ആ വക്കീൽ പറയുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞ പോലെ തന്നെ സോമർസെറ്റും മിൽസും കൂടെ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് അയാളെ കൊണ്ടുപോവാണ്. പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുറച്ച് പോലീസുകാർ ഹെലികോപ്റ്ററിൽ അവരെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിക്ക് സോമർസെറ്റ് ചില കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നീ യഥാർത്ഥത്തിൽ ആരാണ് എന്നാണ് അയാൾ ആദ്യം ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞാലും അതിലൊരു പ്രസക്തി ഉണ്ടാവത്തില്ല എന്നാണ് ജോൺ മറുപടി പറയുന്നത്. ഈ സമയം മിൽസ് അവനോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നീ പറഞ്ഞതുപോലെ ആ 2 ഡെഡ് ബോഡീസ് ഒന്നും എടുക്കാനല്ലല്ലോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിട്ട് എന്ത് സസ്പെൻസ് ആണുള്ളത്? നീ ജനങ്ങൾക്ക് സസ്പെൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നല്ലേ എന്നാണ് മിൽസ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ആളുകളൊക്കെ നമ്മൾ പറയണത് ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ അവരുടെ തോളിൽ തട്ടിയിട്ട് അവരോട് കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്ന് ആളുകളൊക്കെ നമ്മളെ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചുറ്റിക എടുത്തിട്ട് ആളുടെ തലക്കടിക്കണം. അങ്ങനെ വരുമ്പോൾ ആൾക്കാരൊക്കെ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങും. ഞാൻ അത്രേ ചെയ്യുന്നുള്ളൂ. അത് കേൾക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കാൻ മാത്രം നിനക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? മിൽസ് വീണ്ടും ചോദിക്കുന്നു. എനിക്ക് അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് ചില പ്രത്യേകതകളുണ്ട്. പക്ഷെ നീ ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് പ്രത്യേകതകളൊന്നും തോന്നുന്നില്ലല്ലോ. മാത്രമല്ല ഒരു 2 മാസം കഴിഞ്ഞാൽ ഇതൊന്നും ആരും ഓർക്കാനും പോകുന്നില്ല എന്നാണ് മിൽസ് പറയുന്നത്. അതിന് ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ലല്ലോ, നിങ്ങൾ ഇനിയും കാണാൻ കിടക്കല്ലേ. ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എല്ലാ കാലവും ഇതൊക്കെ ഓർക്കും. മാത്രമല്ല എന്റെ ഇന്നത്തെ വർക്ക് അത് നീ കാണണമെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. നിന്നെ സംബന്ധിച്ചിട്ട് അത് നല്ലൊരു കാഴ്ചയായിരിക്കും എന്നാണ് അയാൾ മിൽസിനോട് പറയുന്നത്. എന്നാൽ അയാൾ അങ്ങനെ പറയുമ്പോൾ മിൽസ് ആണെങ്കിൽ അവനെ കളിയാക്കുകയാണ്. അങ്ങനെ അവരുടെ വണ്ടി വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നേരമായി അവർ ഈ യാത്ര തുടങ്ങിയിട്ട് നഗരത്തിൽ നിന്നൊക്കെ വിട്ടുമാറി തീരെ ആൾക്കാരില്ലാത്തൊരു സ്ഥലത്തേക്കാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് സോമർസെറ്റ് ഒരു കാര്യം ചോദിക്കുന്നത്. അല്ല നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല, ദൈവം ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ നീ പറഞ്ഞത് നിന്നെ കൊണ്ട് ദൈവമാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്നാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നിനക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്നാണ് സോമർസെറ്റ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഇതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷം കണ്ടെത്തുന്നില്ലേ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നെ ഒരു റൂമിന്റെ അകത്ത് ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ മിൽസിന് എന്നെ ഇടിച്ചിടിച്ച് കൊല്ലാൻ തോന്നുന്നില്ലേ? പക്ഷെ ഒരിക്കലും മിൽസ് അത് ചെയ്യത്തില്ല. കാരണം അങ്ങനെ എന്നെ കൊന്നു കഴിഞ്ഞാൽ മിൽസിന് ശരിക്കും പണി കിട്ടും. അതറിയുന്നോണ്ട് മിൽസ് അവന്റെ ആ സന്തോഷം അങ്ങോട്ട് വേണ്ടാന്ന് വെക്കും. അതുപോലെ തന്നെയാണ് എന്റെ കാര്യം. ഞാൻ ചെയ്യുന്നത് എന്റെ ജോലിയാണ്, അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു. കാരണം ഞാൻ കൊല്ലുന്നതൊക്കെ പാപം ചെയ്തവരെയാണ്. ഞാൻ ആദ്യം കൊന്നത് ഒരു തടിയനെയാണ്. അവനെ നിങ്ങൾ കണ്ടില്ലേ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവന് കഴിയത്തില്ല. ഇനി അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ കാണുന്നവരെല്ലാവരും അവനെ കളിയാക്കത്തേ ഉള്ളൂ. മാത്രമല്ല അവൻ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഇറങ്ങത്തില്ല. അതുപോലെയാണ് അവൻ തിന്നുന്നത്. പിന്നെ ആ വക്കീല്, അവനെ കൊന്നതിന് നിങ്ങളെല്ലാവരും എന്നോട് നന്ദി പറയാണ് ചെയ്യേണ്ടത്. കാരണം അവൻ ചെയ്യുന്ന എന്താണ്? കാശ് മേടിച്ചിട്ട് കുറെ കുറ്റവാളികളെയാണ് അവൻ രക്ഷപ്പെടാൻ സഹായിക്കുന്നത്. പിന്നെ മൂന്നാമത് കൊന്നത് ഒരു പെണ്ണിനെയാണ്. അവളെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സൗന്ദര്യമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അതായത് മനസ്സുകൊണ്ട് വിരൂപയായ ഒരു സ്ത്രീയാണ് അവൾ. അതുകൊണ്ട് തന്നെ അവൾ മരിക്കുന്നതാണ് നല്ലത്. പിന്നെയുള്ളത് ആ വിക്ടർ. അവൻ എന്താ ചെയ്തത്? മയക്കുമരുന്ന് വിൽക്കുന്നു, ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അവനെയും കൊല്ലേണ്ടി വന്നു. പിന്നെയുള്ളതൊരു വേശ്യയാണ്. അവൾ ചെയ്യുന്നത് അവളുടെ അടുത്തേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ രോഗം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അവളൊന്നും ഒരിക്കലും ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് അവളെയും ഞാൻ കൊന്നു.
ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പറ, ഞാൻ കൊന്നത് പാപികളെയല്ലേ? ഇന്ന് ഞാൻ ഇവിടെ തുടങ്ങി വെച്ചത് തെറ്റാണെന്ന് ചിലർക്കെങ്കിലും തോന്നുമെങ്കിലും കാലങ്ങൾക്ക് ശേഷം ഞാൻ ചെയ്തത് തന്നെയാണ് ശരി എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ ഞാൻ തുടങ്ങി വെച്ചത് അവരൊക്കെ കണ്ടിന്യൂ ചെയ്തോളും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ നീ പറഞ്ഞു വരുന്നത് നീ ഒരു മഹാനാണെന്നാണോ? കളിയാക്കിക്കൊണ്ടാണ് മിൽസ് ആ കാര്യം ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതേ മിൽസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് നന്ദി പറയാണ് വേണ്ടത്. കാരണം ഞാനിപ്പോ നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. ഞാനിപ്പോ കീഴടങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു കാലത്ത് നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റത്തില്ല. കാരണം അതിനുള്ള തെളിവുകൾ നിങ്ങളുടെ കയ്യിലില്ല. പിന്നെ നിന്റെ കാര്യം നീ ഒന്ന് ആലോചിക്കേ, എന്റെ തോക്കിൻ മുനയുടെ മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടന്നവനാണ് നീ. ആ സമയത്ത് നിന്നെ ഞാൻ കൊന്നിരുന്നെങ്കിൽ നീ ഇപ്പൊ എന്റെ കൂടെ ഇങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ ഇങ്ങനെ കളിയാക്കാതെ നീ എനിക്ക് നന്ദി പറയാൻ നോക്ക് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കൂടെ യാത്ര ചെയ്തതിന് ശേഷം അവരൊരു സ്ഥലത്തെത്തി. അയാൾ ഇവിടെയാണ് സ്ഥലം എന്ന് പറയുമ്പോൾ അവർ ഉടനെ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ്. പക്ഷെ ആ ഏരിയയിലൊന്നും ആരെയും കാണുന്നില്ല. അങ്ങനെ അയാളുടെ നിർദ്ദേശപ്രകാരം അവർ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് ആ ഹെലികോപ്റ്റർ മുകളിൽ തന്നെയുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അങ്ങ് ദൂരെ നിന്നും ഒരു വാൻ അങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ ആ കൊലയാളിയെ മിൽസിനെ ഏൽപ്പിച്ചിട്ട് സോമർസെറ്റ് വേഗം അയാളുടെ വണ്ടി എടുത്തിട്ട് ആ വാനിനെതിരെ പോവാണ്. എന്നിട്ട് അതിന്റെ മുന്നിലെത്തി കഴിയുമ്പോൾ അതിന് വട്ടം വെക്കുന്നു. ആ വാൻ ഒരു കൊറിയർ വാനാണ്. സോമർസെറ്റ് തോക്ക് കൊണ്ടിയതുകൊണ്ട് തന്നെ അയാൾ ശരിക്കും പേടിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മിൽസിന് വേണ്ടി ഒരു പാക്കേജ് ഡെലിവറി ചെയ്യാനാണ് വന്നത്. കറക്റ്റ് 7 മണിയാകുമ്പോൾ ഈ പാക്കേജ് ഇവിടെ കൊണ്ടുതരണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ എനിക്ക് ഒരു $500 തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു ബോക്സ് എടുത്തിട്ട് സോമർസെറ്റിന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ബോക്സ് അവൻ അവിടെ വെച്ച് കഴിയുമ്പോൾ സോമർസെറ്റ് ഉടനെ തന്നെ അവനെ മൊത്തം പരിശോധിക്കാൻ തുടങ്ങി. അവന്റെ ശരീരത്തിൽ അങ്ങനെ ആയുധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സോമർസെറ്റ് അവനോട് അവിടെ നിന്ന് പോകാൻ പറയാണ്. അങ്ങനെ അവൻ പോയി കഴിയുമ്പോൾ സോമർസെറ്റ് പതുക്കെ ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്തെ കാഴ്ച അയാളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അയാൾ ഉടനെ തന്നെ മിൽസിന്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. അവനോട് തോക്ക് താഴെയിട് എന്ന് പറഞ്ഞിട്ടാണ് സോമർസെറ്റ് അവന്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടുന്നത്. ഈ സമയം കൊലയാളിയാണെങ്കിൽ മിൽസിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്കറിയോ മിൽസ്, നിങ്ങളെപ്പോലുള്ള ഒരു ജീവിതം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. നീ നിന്റെ ഭാര്യയും സുഖമായിട്ട് ജീവിക്കുന്ന കണ്ട് ശരിക്കും എനിക്കൊരു അസൂയാണ് തോന്നിയത്. അതായത് എൻവി. അതൊരു സിന്നാണ്. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ 7 പാപങ്ങളിൽ ഒരു പാപം എന്റേതാണ്. അതായത് അസൂയ. ആ അസൂയ മൂത്ത് ഭ്രാന്തായപ്പോ ഞാൻ നേരെ നിങ്ങളുടെ ഭാര്യയുടെ അടുത്തേക്കാണ് ചെന്നത്. നീ അവളുടെ കൂടെ ജീവിക്കുന്ന പോലെ എനിക്കും അവളുടെ കൂടെ ജീവിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ അവളുടെ തല എനിക്ക് വെട്ടിയെടുക്കേണ്ടി വന്നു എന്നൊക്കെയാണ് അയാളിങ്ങനെ പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും സോമർസെറ്റ് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവനിപ്പോ കാര്യങ്ങളൊക്കെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. മിൽസ് അവനെ വെടിവെച്ച് കൊല്ലും എന്ന കാര്യം സോമർസെറ്റിന് നന്നായിട്ട് അറിയാം. അങ്ങനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ അവർ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് തോക്ക് താഴെ ഇടാനാണ് സോമർസെറ്റ് ഇപ്പോൾ അവനോട് പറയുന്നത്. എന്നാൽ അതിനിടയിലും ആ കൊലയാളിയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഈ മിൽസിന്റെ അടുത്ത് അവന്റെ ഭാര്യയുടെ കാര്യം ഇങ്ങനെ പറയുന്നത് അയാളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് കോപം എന്ന് പറയുന്ന പാപം മിൽസ് ആണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് അയാൾ അവനിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സോമർസെറ്റ് ആണെങ്കിൽ അവനെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ കൊലയാളിയെ വെടിവെക്കാതിരിക്കുന്നത് കാണുമ്പോൾ കൊലയാളി ഇവിടെ മറ്റൊരു സത്യം വെളിപ്പെടുത്താണ്. ഞാൻ അവളുടെ തല വെട്ടിയെടുക്കാൻ തുടങ്ങുമ്പോൾ അവൾ എന്റെ അടുത്ത് ഒരുപാട് കെഞ്ചിയിട്ടുണ്ടായിരുന്നു, അവളെ അവളുടെ കുഞ്ഞിനെയും വെറുതെ വിടണമെന്ന് പറഞ്ഞിട്ട്. ഈ കാര്യമാണ് ആ ജോൺ പറയുന്നത്. അവനത് പറയുമ്പോഴാണ് അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്ന കാര്യം മിൽസിന് മനസ്സിലാവുന്നത്. അതും കൂടെ ആകുമ്പോൾ അവന് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ ഉടനെ തന്നെ ആ കൊലയാളിയെ വെടിവെച്ച് കൊല്ലുകയാണ്. അതൊക്കെ കണ്ട് സോമർസെറ്റ് ആണെങ്കിൽ ആകെ നിരാശയിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ കൊലയാളിയെ കൊന്നുകൊണ്ട് പോലീസുകാർ മിൽസിനെ അറസ്റ്റ് ചെയ്തു. ഈ സമയം സോമർസെറ്റ് ആണെങ്കിൽ ക്യാപ്റ്റന്റെ അടുത്താണ് നിൽക്കുന്നത്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് ക്യാപ്റ്റൻ സോമർസെറ്റിന്റെ അടുത്ത് പറയുന്നത്. ഈ സമയം പോലീസുകാർ അവനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവനാണെങ്കിൽ വളരെ വിഷമിച്ചാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അങ്ങനെ സോമർസെറ്റ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ എവിടേക്കാണ് ഈ പോകുന്നത്, ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്നാണ് ക്യാപ്റ്റൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് സോമർസെറ്റ് ക്യാപ്റ്റന്റെ കൂടെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഈ സമയം സോമർസെറ്റ് അയാളോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഒരിക്കൽ ഏണസ്റ്റ് ഹെമിംഗ്വേ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഈ ലോകം വളരെ വിശിഷ്ടമായ ഒരു സ്ഥലമാണെന്നും അത് സംരക്ഷിക്കപ്പെടാൻ അർഹമായതാണെന്ന്. ആ രണ്ടാമത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഈ ലോകം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് സോമർസെറ്റ് പറയുന്നത്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.